എടാ നന്ദു നീ ലോട്ടറി എടുത്തു പ്രാവശ്യത്തെ? ലോട്ടറിയാ? ഇല്ല, എടുത്തില്ല. എന്താ നീ എടുത്തില്ലേടാ? എല്ലാ UAE ലോട്ടറി മലയാളിക്കാണ് അടിക്കണത്. 50 കോടി 80 കോടി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവര് പൈസ വെച്ച് എന്ത് ചെയ്യപ്പോ? എനിക്കറിയാൻ പാടില്ല. നീ പൈസ ഇട്ട് എന്ത് ചെയ്യപ്പോ? ഒരു ഐഡിയ ഇല്ല മോനെ. നിനക്ക് കിട്ടിയാ നീ എന്ത് ചെയ്യും? എനിക്ക് കിട്ടിയ ഞാനിത് മൊത്തം എടുത്ത് ഏതെങ്കിലും UAE ഗവൺമെന്റിനെ കൊടുക്കും. UAE ഗവൺമെന്റ്? നീ എന്തോ പറയണേ? എടാ, UAE ഗവൺമെന്റ് അത്രയും പൈസ തിരിച്ചുണ്ടാക്കാവുന്ന ഗവൺമെന്റ് വേറെ ഇല്ല. അതെന്താണ്? ഞാൻ കാണിച്ചത് കാണിച്ചു തരാന്നുണ്ട്. ഇതിപ്പോ എവിടെയാണ്? എടാ, നീ ഈ പ്രൊജക്ട് കണ്ട? നിനക്കിപ്പോ ലോട്ടറി അടിച്ചെന്ന് വെച്ചോ, അതിനകത്ത് 27 ലക്ഷം രൂപ നിനക്ക് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ഇതിനകത്ത് ഒരു പ്രൊജക്ട് എടുക്കാം. ഇത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിനക്ക് ഇത് UAE ഫസ്റ്റ് എവർ AI ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഇതൊരു ഗവൺമെന്റ് ഡെവലപ്പറിന്റെ കൂടെ കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നിനക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിക്ക് അപ്രിസിയേഷൻ കിട്ടും. 5% ഡൗൺ പേയ്മെന്റ് ആണ് ഞാൻ ഈ പറഞ്ഞ 27 ലക്ഷം രൂപ. അത് അടച്ചിട്ട് ബാക്കി എല്ലാ 5 മാസം 5% വെച്ച് അടയ്ക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന കമ്മ്യൂണിറ്റി ഈസിലി നിനക്ക് ഒരു ടൗൺ ഹൗസോ വില്ലയോ സ്വന്തമാക്കാൻ പറ്റും. ടൗൺ ഹൗസിന് വലിയ ഡിമാൻഡ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അപ്രിസിയേഷൻ കാര്യം പറയാനില്ലല്ലോ. അല്ലല്ല, ലോട്ടറി അടിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടാവില്ലോ. അപ്പൊ ഞാൻ എന്തിനാ ഇത്ര പേയ്മെന്റ് പ്ലാനിൽ പോണേ? ഓക്കെ, ഫുൾ ക്യാഷ് ഉണ്ടെങ്കിൽ ഫുൾ ക്യാഷ് അടച്ചോ. അത്രയും ഡിസ്കൗണ്ട് ഞാൻ തന്നെ നിനക്ക് എടുത്തുകയും ചെയ്യും. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ലോട്ടറി അടിച്ച് അത്രയും കോടികളുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു വീട് വാങ്ങാൻ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ മനസ്സിലായത് വേറെ 27 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു 2 ബെഡ്റൂം ടൗൺ ഹൗസ് തന്നെ കിട്ടുന്നല്ലേ. അപ്പൊ ലോട്ടറി അടിക്കൊന്നും വേണ്ട, അത്രയും പൈസ ഒക്കെ എന്റെ കയ്യിലുണ്ട്. എന്തായാലും ഞാനിത് ഇപ്പോൾ തന്നെ വാങ്ങാൻ പോട്ടെ. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിനക്ക് എന്തായാലും ഇത് വാങ്ങണം താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഞാൻ നിനക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചുതരാം.